പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്രീമാൻ KP ശങ്കരദാസിന്റെ മകൻ തൃശൂർ DIG ആയിരുന്ന സെൻട്രൽ റേഞ്ച് DIG ആയിരുന്ന ഹരിശങ്കറിനെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും അവിടുത്തെ ചുമതലയുള്ള DIGയുമായിട്ട് പൊടുന്നനെ സ്ഥലം മാറ്റിയതിനെതിരായി വിശദമായൊരു വീഡിയോ കേരളത്തിൽ ചെയ്ത ഏക വ്യക്തി പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാനാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തതെന്ന് മാത്രമല്ല, അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ചെയ്ത ഏക പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഞാനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഡിസംബർ 31-ാം തീയതി പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും പ്രൊമോഷനും ഒക്കെ അതിൻ്റെ ഓരോ ഉത്തരവുകൾ ഇറങ്ങിയിരുന്നു. ഡിസംബർ 31-ന് ജനുവരി 1 മുതൽ നടപ്പിലാക്കാനായിട്ട്. അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ഈ KP ശങ്കരദാസിന്റെ മകനായിട്ടുള്ള ഈ ഹരിശങ്കറിനെ തൃശ്ശൂർ DIG എന്നിട്ടുള്ള സ്ഥാനത്ത് നിന്നും മാറ്റി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറും അവിടുത്തെ ചുമതലയുള്ള DIG ആയിട്ട് മാറ്റിയ ഒരു തീരുമാനമുണ്ടായിരുന്നു എന്നുള്ള വിവരം പൊതുമണ്ഡലത്തെ അറിയിച്ച പൊതുപ്രവർത്തകനാണ് KM ഷാജാൻ എന്ന ഞാൻ. അതിനകത്ത് ഒരു ദുരുദ്ദേശമുണ്ട്, ദുരുപദിഷ്ടിതമാണ് ആ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായിട്ടുള്ള ശ്രീമാൻ P. സേതുനാഥ് അദ്ദേഹം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഷാജാൻ ഇത് ദുരുദ്ദേശപരമാണ്, അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അത് ഒന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായൊരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തത്. ആ വീഡിയോയിൽ ഞാൻ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഹരിശങ്കർ. യുവതീ പ്രവേശന സമയത്ത് കോട്ടയം SP ആയിരുന്നപ്പോൾ യുവതികളെ വേഷപ്രച്ഛന്നരായി ശബരിമലയിൽ കയറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾ ഹരിശങ്കർ ആയതുകൊണ്ട് ആ ഹരിശങ്കർ സർക്കാരിൻ്റെ വിശ്വസ്ത വിനീത വിധേയനാണെന്നും അതുകൊണ്ടാണ് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നത് താമസിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ അന്ന് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രാൻസ്ഫറും ദുരുദ്ദേശപരമാണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞത്, തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറ്റേണ്ട യാതൊരു കാര്യമില്ല. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കോ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കോ ഒക്കെ വേണേൽ മാറ്റാം. പക്ഷേ തൃശ്ശൂരുള്ള ഒരു DIG എന്തിനാണ് എറണാകുളം കൊച്ചി DIG ആക്കി മാറ്റുന്നത്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാക്കി മാറ്റുന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. ഇത് ദുരുദ്ദേശപരമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം KP ശങ്കരദാസിന്റെ മകനാണ് ഹരിശങ്കർ. എറണാകുളത്തിൻ്റെ DIGയുടെ ജൂറിസ്ഡിക്ഷന് കീഴിലാണ് ഹൈക്കോടതി എന്ന് ഞാൻ പറഞ്ഞു. ഹൈക്കോടതി ശബരിമല പെരുങ്കൊള്ള അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഹൈക്കോടതിയിൽ കേസ് കേൾക്കുന്ന ന്യായാധിപന്മാരുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം പോലീസുകാരാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ KP ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ കൊച്ചിയിലേക്ക് വരുന്നത് ഹരിശങ്കറിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ന്യായാധിപരുടെ സ്വാധീനിക്കാനും അവരുടെ വിവരങ്ങളെല്ലാം ചോർത്തുക എന്നുള്ള ഒരു ദുരുദ്ദേശപരവും ദുരുപദിഷ്ടിതവുമായിട്ടുള്ള ലക്ഷ്യം അതിനകത്തുണ്ട് എന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പറയുമ്പോൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നത്, ആ ദുരുപദീക്ഷിതവും ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് ന്യായാധിപന്മാർ ഒരിക്കലും വഴങ്ങില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ ആ ന്യായാധിപരെല്ലാം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കറിനെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറ്റുന്നതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുകയുണ്ടായി. ആ വീഡിയോയും കൂടെ വന്നതിന് ശേഷമാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശങ്കരദാസിനെയും ഹരിശങ്കറിനെയും കൂടി ചേർത്തുകൊണ്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ വിമർശനങ്ങളെ തുടർന്നിട്ടാണ് KP ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘം പോയി ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തായാലും അദ്ദേഹത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സ സംബന്ധിച്ചൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. A. ബദറുദ്ദീൻ വളരെ കൃത്യമായി ചോദിച്ചതാണ്, അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ ആശുപത്രിയിലേക്ക് പോയത്, അറസ്റ്റ് ചെയ്യുന്നതിന് വരെ രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണല്ലോ കേൾക്കുന്നത് എന്നൊക്കെയുള്ള നിലയിലുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ A. ബദറുദ്ദീൻ ഉന്നയിച്ചു. സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത എന്താണ്? ആ വാർത്ത പറയുന്നത്, ഹരിശങ്കറിനെ കൊച്ചി DIGയെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ സർക്കാർ നീക്കിയിരിക്കുന്നു. അദ്ദേഹം അവിടെ വന്നത് ജനുവരി 1-നാണ്.
ജനുവരി 17-നാണ് നമ്മൾ 17-നോ 16-നോ ആണ് നമ്മൾ ഈ വാർത്ത ഈ വീഡിയോ ചെയ്യുന്നത്. അതിനെ തുടർന്നിട്ട് അയാളെ ആ കൊച്ചി പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ സെൻട്രൽ റേഞ്ച് DIG അല്ല എറണാകുളത്ത് DIG ആ തസ്തികയിൽ നിന്ന് സർക്കാർ പൊടുന്നതിനെ മാറ്റിയിരിക്കുന്നു. മാറ്റിയെന്ന് മാത്രമല്ല അതൊരു ശിക്ഷണ നടപടി കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തെ എന്തോ ബറ്റാലിയനിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഏറ്റവും വലിയ കണ്ണിലുണ്ണിയായിരുന്ന ലോ ആൻഡ് ഓർഡറിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സെൻട്രൽ റേഞ്ച് DIGയുടെ സ്ഥാനം വഹിച്ചിരുന്ന ഹരിശങ്കറിനെ കൊച്ചിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് അവിടുന്ന് ഇപ്പം ലോ ആൻഡ് ഓർഡറിൽ നിന്ന് തന്നെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അത് ഹൈക്കോടതി വാളെടുത്തുകൊണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. ഹൈക്കോടതി ഈ ചോദ്യം അനൗദ്യോഗികമായി സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പൊടുന്നനെ ഇങ്ങനെ ഒരു മാറ്റവും ആ മാറ്റം ഒരു ശിക്ഷണ നടപടിയാവാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഹൈക്കോടതി വാളെടുത്തില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഹൈക്കോടതി ഈ കാര്യത്തിൽ വാളെടുത്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹൈക്കോടതി വാളെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം എൻ്റെ വീഡിയോ ആയിരിക്കും എന്നും ഞാൻ അവകാശപ്പെടുന്നു. എന്തിനാണ് തൃശ്ശൂരുള്ള ഇയാളെ പൊടുന്നനെ എറണാകുളത്തേക്ക് മാറ്റിയതെന്നുള്ള ചോദ്യം ഹൈക്കോടതി അനൗദ്യോഗികമായി സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ പൊടുന്നനെ ഇയാളെ എടുത്ത് സ്ഥലം മാറ്റേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല ശിക്ഷണ നടപടിയായ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൂടിയിട്ടാണ് അയാളെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് തന്നെ മാറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരള ഹൈക്കോടതി അതിശക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കാനുള്ള സാധ്യത നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണം പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ ഈ വിഷയം പൊതുജനങ്ങളുടെയും ജുഡീഷ്യറിയുടെയും ഒക്കെ കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ? കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ആർജവത്തോടുകൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു നിലപാടാണ് കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കറിൻ്റെ കാര്യം കൂടി കോടതി ചോദിച്ചത്. അല്ലെങ്കിൽ ഹരിശങ്കറിൻ്റെ മകൻ്റെ കാര്യം കോടതിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഹരിശങ്കറിൻ്റെ അച്ഛനായതുകൊണ്ടാണോ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ജസ്റ്റിസ് ഹേമത്തുറുദ്ദീൻ്റെ ബെഞ്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് അഭിമാനകരമായ കാര്യം ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുജനങ്ങളുടെ ശ്രദ്ധയിലും ന്യായാധിപന്മാരുടെ ശ്രദ്ധയിലുമൊക്കെ എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇനിയും ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഇത്തരം അനീതികൾക്ക് എതിരായിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ മേഖലയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കൂടുതൽ ആർജവവും ധൈര്യവും ആത്മധൈര്യവും ഒക്കെ നൽകും എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്.